ഇന്നലെ മുസ്ലിം ലീഗ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച പട്ടികയാണെന്ന് സാദിഖ് അലി തങ്ങളും ഇന്നലെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചെറിയ തർക്കങ്ങളൊക്കെ രൂപം കൊണ്ടിരിക്കുകയാണ്. രണ്ടത്താണി ഉൾപ്പെടെ ഈ തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചെറിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ സെക്രട്ടറി കൂടി ചേരുകയാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ചെറിയ എതിർപ്പൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടിക പൊതുവെ പൊതുസമൂഹം അംഗീകരിച്ച പട്ടികയാണ്. വളരെ നല്ല പട്ടികയാണ് എന്ന് എല്ലാവരും ഏകണ്ഠമായി അംഗീകരിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങൾക്ക് ധാരാളം പ്രാതിനിധ്യം, അതിൽ യുവാക്കൾ, യുവതികൾ, അതുപോലെ തന്നെ അമുസ്ലിങ്ങൾ, ഇനിയും 2 പേര് കൂടി വരാനുമുണ്ട്. അപ്പോൾ നല്ല ഒരു പട്ടികയാണ് എന്ന് പൊതുസമൂഹം അംഗീകരിച്ചതാണ്. പിന്നെ ചില മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാൻ ആഗ്രഹിച്ചവരും അതുപോലുള്ള പ്രവർത്തകരൊക്കെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാവും. അവരൊക്കെ പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരും. താൽക്കാലികമായുള്ള ഒരു വികാര പ്രകടനം മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവരൊക്കെ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ UDFൻ്റെ കൂടെ ഉറച്ചുണ്ടാവും. സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി കർമ്മരംഗത്തുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ഇന്നലെ ഇന്നൊക്കെ കാണുന്നത് ചെറിയ വികാര പ്രകടനമാണ്. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും ശ്രമിച്ചു പോകും. മറ്റൊന്ന്, പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് രണ്ടത്താണി ഉൾപ്പെടെയുള്ള ആളുകൾ. ഒരിക്കലും സംഭവിക്കാനുള്ള സാധ്യതയില്ല. അതൊക്കെ പ്രചാര വേലകളാണ്. പെട്ടെന്നുള്ള വികാര പ്രകടനത്തിൽ ചിലതൊക്കെ അബദ്ധത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടാകും. അതൊക്കെ പിൻവലിച്ച് പാർട്ടിയുടെ കർമ്മരംഗത്ത് അവരവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഈ തിരൂരങ്ങാടിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ചർച്ച വരാൻ കാരണം? തിരൂരങ്ങാടി നോമിനേഷൻ കൊടുത്താൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്ന ഒരു ഈസി സീറ്റാണ്. അതുകൊണ്ട് തന്നെയാണ്. ഇടതുപക്ഷത്തിനാണെങ്കിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത സ്ഥലമാണ്. വാടകയ്ക്ക് ആളെ കൊണ്ടുവരലാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്, വേറെ ഒന്നുമില്ല. LDF രണ്ടത്താണിയുമായിട്ട് ചർച്ച നടത്തി തിരൂരങ്ങാടിയോ അല്ലെങ്കിൽ താനൂരോ മത്സരിപ്പിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, അങ്ങനെ ആരെങ്കിലും LDFിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ധർമ്മടോ പിന്നെ മട്ടന്നൂരൊക്കെ കൊടുത്തൂടെ? എന്തിനാണ് താനൂരും തിരുവങ്ങാടിയും കൊടുക്കുന്നത്? അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെ നിർത്തുന്നതെങ്കിൽ ഒന്നുകിൽ മട്ടന്നൂർ കൊടുക്കുക, അല്ലെങ്കിൽ ധർമ്മടം കൊടുക്കുക. ഇനിയിപ്പോൾ തളിപ്പറമ്പ് പറയാൻ പറ്റില്ല, അതിൽ അവർ തൂക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമാണുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥിയെ പ്രവർത്തകരൊക്കെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. എന്താ സംശയം? ഇത്രയും ചെറുപ്പക്കാരനായ സുന്ദരനായ സിനിമാ നടനെയാണോ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. കർമ്മകുശലനായ വിദ്യാഭ്യാസമുള്ള ഒരു സ്ഥാനാർത്ഥി തിരുവങ്ങാടി വരികയാണ്. എന്തായാലും സ്ഥാനാർത്ഥി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിമർശനങ്ങളുണ്ടെങ്കിലും അണികളൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന സാഹചര്യമാണ് തിരൂരങ്ങാടിയിലുള്ളത് അല്ലേ? എല്ലാ നേതാക്കന്മാരും ഇന്നലെ നടന്ന റോഡ് ഷോ മുതൽ ഇന്ന് വളരെ വെളുപ്പിനെ തുടങ്ങിയതാണ്. എല്ലാ നേതാക്കന്മാരും എൻ്റെ മുമ്പിലുണ്ട്, അവരെ പിന്നിലാണ് നടക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ അതൃപ്തി പ്രകടമാക്കുമ്പോൾ ചെറിയ വിഷമം തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്ലാറ്റ്ഫോമിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് ഈ കർമ്മരംഗത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. വിഷമമൊന്നുമില്ല, ഉഷാറാണ്, വളരെ ഹാപ്പിയാണ്. തിരുരങ്ങാടിയിലാണല്ലോ. തിരുരങ്ങാടിയിലെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത്രമേൽ മികച്ചതാണ്. പ്രവർത്തകരൊക്കെ പറയുന്നത് ചിലരൊക്കെ തിരൂരങ്ങാടി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ തിരൂരങ്ങാടി അവരെ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയമല്ലേ. എന്തായാലും സന്തോഷമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തിരൂരങ്ങാടിയെ സംബന്ധിച്ച് ബാക്കി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സജീവമായിട്ട് പ്രവർത്തനവും പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷഫീഖ് അർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.